തൃപ്പൂണിത്തുറ ഫൊറോന പള്ളിയിൽ നിന്നുള്ള വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഒരു പറ്റം MTNS ഗുണ്ടകൾ ബഹളമുണ്ടാക്കി വികാരിയച്ഛനെ തല്ലുന്ന, വിർച്വലി തല്ലുന്ന ഒരു സീൻ, ആ വീഡിയോ ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായത്. ഇതാണ് നമ്മുടെ പള്ളിയിൽ നടക്കുന്നത്. തൃപ്പൂണിത്തുറ സെൻറ്റ് മേരീസ് പള്ളിയിൽ നടന്ന, തൃപ്പൂണിത്തുറ ഫൊറോന പള്ളിയിൽ നടന്ന സംഭവമാണിത്. ഒരു കാര്യം ഞാൻ പറയട്ടെ, കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നമ്മുടെ പള്ളികളിൽ പല സ്ഥലത്തും ഏറ്റുമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ബസിലിക്ക പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ പല പള്ളികളിലും ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ഒരു പുരോഹിതൻ്റെ കരണത്ത് ഇത്ര ശക്തിയായി മർദ്ദിക്കുന്ന, അടിക്കുന്ന, കരണക്കുറ്റിക്ക് അടിക്കുന്ന ഒരു സീൻ ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഉന്തും തള്ളും ചെറുതായിട്ടൊക്കെ അങ്ങനെയൊക്കെ നടന്നുണ്ട്, പക്ഷേ ഒരതിക്രമം നമ്മൾ കണ്ടിട്ടില്ല. ഇതിനാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് ഉത്തരവാദികൾ നമ്മുടെ സഭാ തലവന്മാരാണ്. അല്ലാതെ ഇവർക്ക് എന്തെങ്കിലും കുത്തിക്കഴപ്പുണ്ടോ വന്ന് അച്ഛനെ തല്ലാനായിട്ടില്ല. ഇവർക്ക് ചെല്ലും ചെലവും കൊടുത്ത് ഇവരെ എൻകറേജ് ചെയ്ത് പള്ളികളിൽ പ്രശ്നമുണ്ടാക്കാനായിട്ട് എരികയറ്റി വിടുന്നത് നമ്മുടെ സഭാ നേതൃത്വം തന്നെയാണ്. ഈ MTNS ഗുണ്ടകൾ സാധാരണ ആൾക്കാരാണ്. അവർക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് താല്പര്യമില്ല. ഇവർ പള്ളിയിലും ദൈവത്തിലും വൈദികരിലും ഒന്നും വിശ്വസിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ അവർ ഇതുപോലത്തെ സംഗതികൾക്ക് ഇറങ്ങുന്നു? ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, സഭാ നേതൃത്വം അവർക്ക് താങ്ങും തണലും കൊടുക്കുന്നു, ഒത്താശ ചെയ്തു കൊടുക്കുന്നു, അവർക്ക് ചെല്ലും ചെലവും കൊടുക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് പണം മുടക്കുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളി അങ്കണത്തിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. പീറ്റർ കോയിക്കര എന്ന മറ്റേ പറഞ്ഞ പുള്ളിയാണ് ഇവിടെ ഈ ആക്രമണം നടത്തിയത്. അവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് വരികയിലും അച്ഛൻ്റെ കരണക്കുറ്റിക്ക് അടിച്ച വ്യക്തി വ്യക്തമായിട്ട് നമുക്ക് കാണാം. പീറ്റർ കോയിക്കര എന്ന് പറയുന്ന വ്യക്തിയാണ്. അടികൊണ്ട വികാരിയച്ഛനെ ഇപ്പോൾ ലിസി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം വൈദ്യചികിത്സ നേടുകയാണ്. അതേസമയം ബസിലിക്ക പള്ളി അങ്കണത്തിൽ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. ഈ പ്രതിഷേധം നടത്തേണ്ടത് പള്ളിമുറ്റത്തൊന്നുമല്ല. ഈ പ്രതിഷേധം നടത്തുന്നത് അച്ഛനെ പ്രഹരിച്ച, അച്ഛൻ്റെ കരണക്കുറ്റിക്ക് അടിച്ച ഈ പീറ്റർ കോയിക്കര എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഭവനത്തിൻ്റെ മുമ്പിലാണ്. അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ ഇതുപോലത്തെ ആക്രമണങ്ങൾക്ക്. പള്ളിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇടവകയ്ക്കെതിരെ, സ്വന്തം ഇടവക വികാരിക്കെതിരെ ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തിയ ഈ വ്യക്തിയെ നമ്മുടെ ആ പള്ളിയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കണം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ പ്രതിഷേധം നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ മുമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ മനസ്സിലാക്കണം ഭർത്താവ് ചെയ്തതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ സംഗതി ഇവരുടെ വീട്ടിൽ പോയി, ഈ പീറ്റർ കോയിക്കര എന്ന് പറയുന്ന വീടിൻ്റെ മുമ്പിൽ പോയി സമാധാനമായിട്ട് പ്രതിഷേധം അറിയിക്കുക, പ്രതിഷേധം നടത്തുക. അതുപോലെ തന്നെ ഇവരെ കയറൂരി വിട്ട സഭാ നേതൃത്വം തോമാക്കുന്നിൽ, അവിടെയാണ് നിങ്ങൾ പ്രകടനം നടത്തേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വത്തെ ഇതൊന്നും ഇവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു MTNSും ഒരച്ഛനുമേൽ കൈവയ്ക്കില്ല. ഇതെന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല സുഹൃത്തുക്കളെ? അൽമായ മുന്നേറ്റവും മറ്റ് നമ്മുടെ അതിരൂപത സംരക്ഷണ സമിതിയും എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? ഇതിങ്ങനെ പോയാൽ ശരിയാകുകയില്ല. നമ്മൾ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ കൊടുക്കണമെന്ന് 2 വർഷമായി ഞാൻ കുറച്ചുകൊണ്ടിരിക്കുന്നു. ആരും അത് ചെവിക്കൊള്ളുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ക്രിസ്തു പറഞ്ഞ മാതിരി ഒരു കരണത്തടിക്കുമ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കരണത്തും അടിക്കാൻ ആളുണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ആക്രമണം ചെയ്യണമെന്നോ ഈ പീറ്റർ കോയിക്കരയെ തിരിച്ചടിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ പരിണിത ഫലം അദ്ദേഹത്തിൻ്റെ കുടുംബവും അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിൽ നടത്തേണ്ട, വികാരിയച്ഛനെ കൈവച്ചതിൽ നിങ്ങൾ നടത്തേണ്ട പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടത് അവൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. അവൻ്റെ വീടിൻ്റെ മുമ്പിൽ, അകത്തേക്ക് കിടക്കാൻ ഞാൻ പറയില്ല, അവൻ്റെ വീടിൻ്റെ മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അവൻ്റെ ഭാര്യ തന്നെ അവനെ മര്യാദ പഠിപ്പിച്ചോളും. അത് ചെയ്ത് തന്നെ അവൻ്റെ ഭാര്യ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യയിൽ മുതിർന്ന പിള്ളേരുണ്ടെങ്കിൽ അവർ തന്നെ ഇയാളെ മര്യാദ പഠിപ്പിച്ചോളും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. താങ്ക് യു വെരി മച്ച്.